ഷാഫി പറമ്പലിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് CPM. നല്ലൊരാളെ കണ്ടാൽ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കാമോ എന്നാണ് ചോദിക്കുന്നത് എന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിക്കുന്നു. രാഹുലും ഷാഫിയും തമ്മിൽ കൂട്ടുകച്ചവടമെന്നും സുരേഷ് ബാബു ആരോപിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. താൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവില്ല. കാരണം എന്താ, കൂട്ടുകച്ചവടം ഈ കാര്യത്തിൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാഷ് തന്നെ. അല്ല, ഹെഡ്മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാഷ് തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാഷിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരമിണ്ടാത്തത്. ഗോകുൽ VS പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചെന്നത്. ഗോകുൽ, അതിഗൗരവതരമായ ആരോപണമാണ് ഇപ്പോൾ. സാധാരണ ഒരാൾ ഉന്നയിച്ച സമൂഹ മാധ്യമത്തിലെ പേരില്ലാത്ത വാലില്ലാത്തൊരു ആരോപണമല്ല. CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ഷാഫി പറമ്പലിനെതിരെ, ഒരു MPക്കെതിരെ, മുൻ MLAക്കെതിരെ, പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒരുപക്ഷെ അത്തരത്തിലുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഓഫ് ദ റെക്കോർഡായി അല്ലെങ്കിൽ മറ്റു പല CPM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് CPM കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ആരോപണത്തിനോട് ഷാഫി ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി കണ്ടറിയണം. ഏതായാലും നമ്മൾ ഇത്രയും നാളും ഈ തരത്തിലുള്ള പല ആരോപണങ്ങളും സൈബർ ഹാൻഡിലുകളിൽ പലതും കേട്ടിരുന്നു. ഷാഫിയെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ മുഖമില്ലാത്ത ചിലർ നൽകുന്നതും കണ്ടിരുന്നു. പക്ഷേ ഇനി ഇതിപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഷാഫിക്കെതിരെ ഇത്രയും ഒരു ആരോപണം, ഗുരുതരമായ ആരോപണം രാഹുലിനെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. അപ്പോൾ അതിന് ഏത് രീതിയിൽ ഇനി അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ വരുമോ, അതോ മറ്റൊരു സാധാ ഒരു ആരോപണം പോലെ അന്തരീക്ഷത്തിൽ ഇതും അങ്ങ് വെറുതെ നിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി കണ്ടറിയാം. വളരെ പ്രധാനപ്പെട്ടയാളാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിർത്തുന്ന ഒരു ആരോപണം, അത് ഒരു CPM ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ് ഉന്നയിക്കുന്നത് ശരിയല്ല. സമൂഹ മധ്യത്തിൽ നല്ല നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ പടച്ചുവിടുന്നത് അയാളുടെ ഇമേജിനെ ബാധിക്കും. സ്വാഭാവികമാണ്, അയാളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകാം. അങ്ങനെ പേര് മോശമാക്കുന്നൊരു ആരോപണം പക്ഷെ ഉന്നയിക്കേണ്ട ആളല്ലോ CPM ജില്ലാ സെക്രട്ടറി. എന്തുകൊണ്ട് അദ്ദേഹം ഇന്ന് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചില്ല? ഇതേക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ എന്താണ് പറയുന്നത്? ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് വഴിയെ വരും, അല്ലെങ്കിൽ പിന്നാലെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹം ഈ ഒരു ആരോപണം അത് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഈ ആരോപണം അത് അദ്ദേഹം തുടക്കമിടുന്നു, ആ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തു കാണേണ്ടത്. വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളോ മറ്റൊക്കെ തന്നെ പുറത്തുവിടും, അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ ഇനി വഴിയെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഷാഫി ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളൊരു കാര്യം കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് എന്താണ് മറുപടി പറയാനുള്ളത്, അതോ അദ്ദേഹം അതിനോട് പ്രതികരിക്കാതെ പോകുമോ തുടങ്ങിയ കാര്യങ്ങളും ഇനി അറിയേണ്ടതുണ്ട്. അല്ല, ഇപ്പോൾ ഇതൊരു സൂചന എന്ന നിലയിലാണോ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുന്നത്? കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും, അതോ അന്തരീക്ഷത്തിൽ പുകമറയായി നിൽക്കുമോ? ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലും CPM നേതാക്കൾ, അവിടുത്തെ DYFI നേതാക്കൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ അന്തരീക്ഷത്തിലെ ഒരു ആരോപണത്തിന് ഒരു നേതാവ് മറുപടി പറയണം എന്ന് ശാഠ്യപ്പിടിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഷാഫി അക്കാര്യത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അതിന്റെ കാരണമെന്നത് ഒരു ആരോപണത്തിന് വ്യക്തതയില്ലെങ്കിൽ അക്കാര്യത്തിൽ എങ്ങനെ കൂടുതൽ വിശദീകരണം തേടുമെന്നാണ്. CPM ജില്ലാ സെക്രട്ടറി തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വരുമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഗൗരവ സ്വഭാവമുണ്ടോ? ഗൗരവത്തിൽ തന്നെയാണോ പാലക്കാട്ട് ചർച്ചകൾ? CPM ഇതിനെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. CPMന്റെ ചർച്ചകളും അത്തരത്തിൽ തന്നെയാണ്. ഇത് ഗൗരവമായി തന്നെ ഷാഫിക്കെതിരെ നീങ്ങുക എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൺ ചെയ്യുക, ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഇതൊരു രാഹുലിനെ, അല്ലെങ്കിൽ രാഹുൽ ഈ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ, പല ആരോപണങ്ങളും വന്നപ്പോൾ തന്നെ അതിൽ പലപ്പോഴും ആ പ്രതികരണത്തിലൊക്കെ തന്നെ, CPMന്റെ പ്രതികരണത്തിലൊക്കെ തന്നെ രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫിയാണ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പലരും പറഞ്ഞിരുന്നു. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും എതിരെയുള്ള ഒരു കരുത്തൻ
ശക്തനായ നേതാവ് എന്ന് പറയുന്നത് ഇപ്പോഴും ഷാഫി തന്നെയാണ്. അപ്പോൾ ഷാഫിക്കെതിരെ അവർ സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും CPM ജില്ലാ സെക്രട്ടറി ആരോപിക്കുമ്പോൾ അതിൽ കൃത്യമായി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളോ അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങളോ കൂടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഇനി അദ്ദേഹം എന്ന് പുറത്തുവിടും അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്താണ് വിവരങ്ങൾ എന്നുള്ളത് നിലവിൽ നമുക്കറിയില്ല. പക്ഷേ ഇത് എന്തായാലും ഈ പ്രതികരണം വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായ പ്രാഥമികമായ ഉത്തരവാദിത്തം അത് EN സുരേഷ് ബാബുവിന് തന്നെയാണ്. പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി തന്നെയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് തന്നെയാണ്.